നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ വീണ്ടും പെനാൽറ്റി മിസ് ചെയ്തു. ഇപ്പോൾ റയൽ മാഡ്രിഡിനായിട്ട് കഴിഞ്ഞ 2 പെനാൽറ്റികൾ, ഒന്ന് ആൻഫീൽഡിൽ പോയിട്ട് എടുത്തതാണ്, അത് ഗോൾ കീപ്പർ സേവ് ചെയ്തു. അതുപോലെ തന്നെ അത്ലറ്റിക് ക്ലബിനോടും പെനാൽറ്റി സേവ് ചെയ്തു. ഇപ്പോൾ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ കാർലോ അഞ്ചലോട്ടി പറയുന്നുണ്ട്. പെനാൽറ്റി ടേക്കർ എന്ന നിലയിൽ നിന്ന് എംബാപ്പയെ മാറ്റുമോ? ഇതിന് മുമ്പത്തെ കളിയിൽ പെനാൽറ്റി കിട്ടിയപ്പോൾ ബെല്ലിംഗാമിന് കൊടുത്തു, ബെല്ലിംഗാം ഗോളടിച്ചിരുന്നു. അല്ലെങ്കിൽ പിന്നെ വിനി ഉണ്ടെങ്കിൽ വിനി പെനാൽറ്റി എടുക്കുമായിരുന്നു. എംബാപ്പയും പെനാൽറ്റി എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇനി എംബാപ്പയെ പെനാൽറ്റി ടേക്കറിൽ നിന്ന് മാറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്നലെ കളിക്ക് ശേഷം കാർലോ അഞ്ചലോട്ടി മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹം എംബാപ്പയെക്കുറിച്ച് പറയുന്നത്, നമുക്ക് എംബാപ്പയ്ക്ക് സമയം കൊടുക്കാം, ഇപ്പോഴേ വിധി എഴുതേണ്ടതില്ല, അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കുക, 2 പെനാൽറ്റികൾ അവൻ മിസ് ചെയ്തു എന്ന് പറയുമ്പോഴും 20 കളികളിൽ നിന്ന് 10 ഗോളുകളുണ്ട്. ശരിയാണ്, എംബാപ്പെ അവൻ്റെ ബെസ്റ്റ് ലെവലിലല്ല കളിക്കുന്നത്. പക്ഷേ നമുക്ക് അവന് സമയം കൊടുക്കുകയാണ് വേണ്ടത്. 10 ഗോളുകൾ അവൻ അടിച്ചല്ലോ, അതിനേക്കാൾ ബെറ്റർ ആവാൻ പറ്റും എന്നെനിക്കറിയാം. അവൻ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പെനാൽറ്റി ടേക്കേഴ്സിൽ ചേഞ്ച് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി നോ എന്നാണ്. 3 പെനാൽറ്റി ടേക്കേഴ്സ് നമുക്കുണ്ട്: ബെല്ലിംഗാം, വിനി, എംബാപ്പെ. അവർ തീരുമാനിക്കും ഓരോ കളിയിൽ ആര് പെനാൽറ്റി എടുക്കണമെന്ന്. എംബാപ്പയോട് ഞാനിപ്പോൾ സംസാരിച്ചിട്ടില്ല. ഇത് കളി കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാനിപ്പോൾ എംബാപ്പയോട് സംസാരിച്ചിട്ടില്ല. നമുക്ക് ഒരു പെനാൽറ്റി മിസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല. പെനാൽറ്റിയുടെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ഗോളടിക്കും, ചിലപ്പം ഗോളടിക്കാൻ പറ്റാതെയാവും. പെനാൽറ്റി അങ്ങനെയാണ്. തീർച്ചയായിട്ടും എംബാപ്പെ ഇതിൽ വളരെയധികം ദുഃഖിതനാണ്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നാണ് ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി പറയുന്നത്. എന്തായാലും അഞ്ചലോട്ടിയുടെ സപ്പോർട്ട് എംബാപ്പയ്ക്കുണ്ട് എന്ന് വേണം ഈ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.